ശ്രീ പൊടിപ്പാറ, ഇതിപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കൂടി ഇപ്പോൾ ഇതിനകത്തൊരു രാഷ്ട്രീയ പോരാട്ടം നടന്നു, അതിൻ്റെ രാഷ്ട്രീയ വിജയം യു ഡി എഫിന് ഉണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എടുക്കാൻ മതവർഗീയവാദികൾ ശ്രമിക്കുമ്പോൾ അത് ചൂണ്ടിക്കാട്ടേണ്ടതും അത് ചർച്ച ചെയ്യേണ്ടതും ഒരു രാഷ്ട്രീയ കേരളത്തിൻ്റെ, ഒരു പ്രബുദ്ധ കേരളത്തിൻ്റെ ഉത്തരവാദിത്വമല്ലേ? അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന മാധ്യമങ്ങൾ, അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ഇടത് ഹിന്ദുത്വ എന്ന നിലയിൽ ജമാഅത്തെ ഇസ്ലാമി ചാനൽ കേരളത്തോട് പറയാൻ ശ്രമിക്കുന്നത് ഏറ്റവും ഹീനമായ അവരുടെ ഒരു താല്പര്യത്തെയല്ലേ അതിലൂടെ പ്രതിനിധാനം ചെയ്യുന്നത്? കേരളത്തിലെ ഏറ്റവും ശക്തമായ ഒരു പാർട്ടിയുടെ, മതനിരപേക്ഷതയെ അതിശക്തമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചോ വിശകലനം ചെയ്യുന്നതിൽ നിന്ന് യു ഡി എഫിനെ ജയിപ്പിച്ചത് വർഗീയവാദികളും തീവ്രവാദികളുമാണ് എന്ന നിലയിലേക്കൊരു മാധ്യമ സ്ഥാപനം ഒരു കാർഡും ഒരു നിലപാടും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഉത്തരവാദിത്തമുള്ളതാണോ എന്ന ചോദ്യം പോലും പ്രസക്തമല്ല. അതിനപ്പുറം അവരുടെ വർഗീയ താല്പര്യങ്ങളെ വളരെ സ്പഷ്ടമായും ശക്തമായും അവതരിപ്പിച്ച് കേരളത്തിലേക്ക് അങ്ങനെ പ്രസരിപ്പിക്കുകയല്ലേ? അതിനെ യു ഡി എഫ് ഏറ്റെടുക്കും വിധത്തിലേക്ക് കൊണ്ടുപോകാമോ? അവിടെയാണ് എൻ്റെ മുമ്പിലത്തെ ചോദ്യം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ ഒരു പൊതുരാഷ്ട്രീയത്തിന് ഗുണകരമാണോ? ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് സഹകരണം എന്നുള്ളത് നിലമ്പൂരിനപ്പുറം കേരളമാകെ യു ഡി എഫിന് സഹായകരമാണോ? അഞ്ചാം മന്ത്രി എന്ന പ്രശ്നം വന്നപ്പോൾ തന്നെ, ലീഗിൻ്റെ അഞ്ചാം മന്ത്രി എന്നത് വന്നപ്പോൾ തന്നെ ആ കാലത്ത് നമ്മൾ കണ്ടതാണ് അത് എത്രമാത്രം യു ഡി എഫിനെ അത് പ്രതികൂലമായി ബാധിച്ചു, കോൺഗ്രസ് എത്രമാത്രം ബുദ്ധിമുട്ടി. നിലമ്പൂർ കഴിയുമ്പോഴും വീണ്ടും യു ഡി എഫ് രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് മുസ്ലിം ലീഗിനെ കുറിച്ചാണ്. അതുമാത്രമല്ല ഇന്ന് എന്നുള്ളതാണ്. അതിനോടൊപ്പം ജമാഅത്തെ ഇസ്ലാമി വരുന്നു, SDPI വരുന്നു, ഇവരുടെ ആകെ വെൽഫെയർ പാർട്ടി വരുന്നു. ഇവരുടെയൊക്കെ ഒരു യു ഡി എഫ് താല്പര്യവും യു ഡി എഫിന് വേണ്ടി നിൽക്കുന്നതും യഥാർത്ഥത്തിൽ കേരളമാകെയുള്ള വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിന് പൊളിറ്റിക്കലി ഗുണകരമായ ഒരു കാര്യമാണ്. നേരത്തെ വളരെ നീണ്ട ചോദ്യമാണ് അങ്ങ് ഉന്നയിക്കുന്നത്. ദീർഘമായി പറയാം. അങ്ങ് തന്നെ ഒരുപാട് കൊണ്ടിരിക്കുകയാണ്. ചോദ്യം അവസാനിച്ചോ? അതെ, താങ്കൾ പറഞ്ഞോളൂ. എനിക്ക് താങ്കൾ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് നേരത്തെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ അനിൽകുമാറും രാഷ്ട്രീയ നിരീക്ഷകൻ ഞാൻ ബഹുമാനിക്കുന്ന ശ്രീ പ്രേംകുമാറും പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഞാൻ അവരുന്നയിച്ച പ്രധാന പ്രശ്നങ്ങളെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അനിൽകുമാറിന് ഇങ്ങനെ തന്നെ ഇപ്പൊ സംസാരിക്കാൻ പറ്റുള്ളൂ. എല്ലാ സമയത്തും CPM-ന്റെ രാഷ്ട്രീയ ലൈനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പ്രേംകുമാറിനും ഈ ഘട്ടത്തിൽ ഈ രീതിയിലുള്ള ന്യായീകരണങ്ങൾ പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. പക്ഷെ യാഥാർത്ഥ്യമായിട്ട് എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട് അതിനു മുമ്പ് ശരത്തിനോട്. ഈ രണ്ടുപേരും വളരെ നീണ്ടു സംസാരിച്ചു. എനിക്കൊരു അല്പം സമയം തരണം ഒരു ബാലൻസിങ്ങിന് വേണ്ടി. അത് ന്യായമാണല്ലോ. അപ്പോ ഇതിനകത്തുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, വർഗീയവാദികളുടെ വോട്ട് കൊണ്ടാണ് UDF ജയിച്ചത്. ഈ വർഗീയ ബന്ധം നാളെ UDF-ന് ഗുണം ചെയ്യുമോ? ഇതാണല്ലോ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് UDF-ന് കിട്ടി എന്നുള്ളതാണ് നിലമ്പൂരിലെ ഏറ്റവും വലിയ വിവാദം. പ്രത്യേകിച്ച് രാഷ്ട്രീയ വിവാദം. CPM വളരെ ശക്തമായി മുന്നോട്ട് വെക്കുന്ന, ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ വിവാദം. ഞാനതിനെ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ഈ ബന്ധത്തെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ അങ്ങ് ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്ന ഒരാളൊന്നുമല്ല. കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനം ഇത്തരം കഴിയുമെങ്കിൽ ഈ ഇത്തരം ബന്ധങ്ങൾ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും ഒരു നേർരേഖ അല്ലാത്തത് കൊണ്ട്, അങ്ങനെ നേർരേഖയിലല്ല ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതുവരെയുള്ള കാലഘട്ടത്തിൽ മുമ്പോട്ട് പോയിട്ടുള്ളത് എന്നൊരു മാധ്യമ പ്രവർത്തകൻ എന്ന എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ടും ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ടും ഈ പറഞ്ഞ അവരുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ രൂപമായിട്ടൊക്കെ ഇതിനു മുമ്പ് ഇടതുപക്ഷവും പല സ്ഥലത്തും പല രീതിയിലും പല തലത്തിലും ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള എൻ്റെ കാൽനൂറ്റാണ്ട് കാലത്തെ ജീവിതത്തിനിടയിൽ എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതിനി എത്ര ഇല്ല എന്ന് ആരൊക്കെ നിഷേധിക്കാൻ ശ്രമിച്ചാലും ശരത്തെ അങ്ങനെയല്ല എന്നാണ് എൻ്റെ ബോധ്യവും എൻ്റെ അനുഭവവും ഞാൻ കണ്ട കാഴ്ചകളും. അതുകൊണ്ട് ഞാൻ അതിനകത്ത് തർക്കിക്കുന്നില്ല. ഇവിടുത്തെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം, ഇപ്പൊ വർഗീയ പാർട്ടികളുടെ, വർഗീയ ശക്തികളുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് നിലമ്പൂരിൽ UDF ജയിച്ചത് എന്ന് CPM അല്ലെങ്കിൽ അനിൽകുമാറും പ്രേംകുമാറും വാദിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ കൈവശം ഉള്ള കണക്കനുസരിച്ച് ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ അവരുടെ രാഷ്ട്രീയ രൂപത്തിന് നിലമ്പൂരിൽ എത്ര വോട്ടുണ്ട്? ഒരു ഉദ്ദേശം കണക്ക് പ്രകാരം അവർക്ക് എത്ര വോട്ടുണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ? ഞാൻ അറിഞ്ഞിടത്തോളം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം, പല രീതിയിൽ ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയിടത്തോളം ഏറിയാൽ ഒരു 3000 വോട്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് നിലമ്പൂർ മണ്ഡലത്തിലുള്ളത്.
ഇനി അങ്ങേയറ്റം പോയാൽ 4000 വോട്ടെന്ന് തന്നെ കരുതുക. ഈ 4000 വോട്ട് കൊണ്ട് ഈ 11,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തെ അങ്ങനെ അങ്ങോട്ട് വർഗീയ പിന്തുണ കൊണ്ട് മാത്രം ജയിച്ചു എന്ന് ചുരുക്കി കാണാൻ പറ്റൂ. അതൊരു ഓവർ സിംപ്ലിഫിക്കേഷൻ അല്ലേ? ഈ 4000 വോട്ട് മാത്രം കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ആ വർഗീയ ശക്തിയുടെ പിന്തുണ കൊണ്ട് ഇനി ഭൂരിപക്ഷം ഒരു 7000 ആയിട്ട് കുറയും എന്നല്ലാതെ ഈ വിജയം തടുക്കാൻ പറ്റുമോ?